ഇവിടെ കൊടുത്തിരിക്കുന്ന ആദ്യ ക്വസ്റ്റ്യൻ നോക്കാം. Now in each pair of numbers given below, check whether the first is a multiple of the second. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ സംഖ്യയായ 91 ചെറിയ സംഖ്യയുടെ മൾട്ടിപ്പിൾ ആണോ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് ആദ്യമായി ചെയ്യുന്നത്? 91നെ 7 കൊണ്ട് ഹരിച്ചു നോക്കണം. 91നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ ആദ്യം 10 ഉപയോഗിച്ച് നോക്കാം. 10 into 7 equal to 70. റൈറ്റ് സൈഡിലായിട്ട് 10 into 7 70 എന്ന് എഴുതാം. പിന്നീട് 91ൽ നിന്ന് എന്ത് ചെയ്യണം? 70 മൈനസ് ചെയ്യണം. കിട്ടുന്നത് 21 ആണ്. 21ൽ 7 3 പ്രാവശ്യമാണ്. 3 into 7 21. 21ൽ നിന്ന് 21 മൈനസ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 കിട്ടും. റിമൈൻഡർ 0 കിട്ടുകയാണെങ്കിൽ എന്താണ് നമ്മൾ പഠിച്ചത്? 91 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 7 എന്നാണ് പഠിച്ചത്. അപ്പോൾ നമുക്ക് എഴുതാം 91 ഹരിക്കണം 7 ചെയ്ത് നോക്കി. ദിസ് ഷോസ് 13 into 7 ഈസ് ഈക്വൽ ടു 91. ഈ 13 എവിടുന്നാണ് കിട്ടിയത്? മനസ്സിലായില്ലേ? ഇവിടെ കിട്ടിയ കോഷ്യന്റ് 10 plus 3 അതാണ് 13. 13 into 7 എന്താണ്? 91 ആണ്. സോ 91 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 7. അടുത്ത ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 9 127 ആണ്. ചെയ്യേണ്ടത് 127നെ 9 കൊണ്ട് ഹരിക്കുകയാണ്. 127നെ 9 കൊണ്ട് ഹരിക്കുമ്പോൾ ആദ്യം 10 എന്ന സംഖ്യ കൊണ്ട് ഗുണിച്ചു നോക്കാം. 10 into 9 90 ആണ്. റൈറ്റ് സൈഡിലായിട്ട് എഴുതിയിട്ടുണ്ട്. 10 into 9 90. 127ൽ നിന്ന് 90 മൈനസ് ചെയ്യുമ്പോൾ 37 ആണ് കിട്ടുന്നത്. 9 into 4 36 ആണ് കിട്ടുന്നത്. റൈറ്റ് സൈഡിലായിട്ട് 4 into 9 36 എന്ന് എഴുതാം. 37ൽ നിന്ന് 36 കുറച്ചാൽ കിട്ടുന്നത് 1 ആണ്. ഇവിടെ എന്താണ്? ഒരു റിമൈൻഡർ വന്നു. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാകും റിമൈൻഡർ വന്നു കഴിഞ്ഞാൽ 127 എന്ന സംഖ്യ 9ന് മൾട്ടിപ്പിൾ ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് താഴെ എഴുതാം. ദിസ് ഷോസ് 127 ഈക്വൽ ടു 14 into 9 plus 1. 14 കിട്ടിയിരിക്കുന്നത് 10 plus 4 ആണ് അല്ലെ? 14 കിട്ടിയിരിക്കുന്നത് എല്ലാവർക്കും അറിയാം. കോഷ്യന്റ് കാണാൻ വേണ്ടി ഇവിടെ കൊടുത്തിരിക്കുന്ന 1 റിമൈൻഡർ ആണെന്ന് എല്ലാവർക്കും അറിയാം. ദാറ്റ് ഈസ് 127 ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 9. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സംഖ്യകൾ വരുന്നത് 12 and 136 ആണ്. ആദ്യമായിട്ട് 136നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം. 136നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആദ്യം 10 കൊണ്ട് ചെയ്ത് നോക്കാം. 10 into 12 120 ആണ്. അത് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് 10 കൊണ്ട് ആദ്യമായിട്ട് ഗുണിക്കുന്നത്. 136ൽ നിന്ന് 120 മൈനസ് ചെയ്യുമ്പോൾ 16 ആണ് കിട്ടുന്നത്. 16 കാണുമ്പോൾ തന്നെ മനസ്സിലാകും നമുക്ക് 12 ഒരു പ്രാവശ്യമാണ് 16ൽ വരുന്നത്. അപ്പോൾ 1 into 12 എഴുതാം. 16ൽ നിന്ന് 12 മൈനസ് ചെയ്താൽ കിട്ടുന്നത് 4 ആണ്. ഇവിടെ കോഷ്യന്റ് വരുന്നത് എത്രയാണ്? 10 plus 1 11 ആണ് വരുന്നത്. 11നെ 12 കൊണ്ട് ഗുണിക്കുമ്പോൾ 4 ആണ് റിമൈൻഡർ വരുന്നത്. അപ്പൊ നമുക്കിവിടെ എഴുതാം. ദിസ് ഷോസ് 136 ഈസ് ഈക്വൽ ടു 12 into 11 plus 4. ദാറ്റ് ഈസ് 136 ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 12. ലാസ്റ്റ് ചോദ്യമാണ്. സംഖ്യകൾ വരുന്നത് 15 and 225. ആദ്യമായിട്ട് 225നെ 15 കൊണ്ട് ഹരിച്ചു നോക്കണം. 225നെ 15 കൊണ്ട് ഹരിക്കുമ്പോൾ 10 കൊണ്ടാണ് ആദ്യമായിട്ട് 15നെ ഗുണിക്കുന്നത്. 15 into 10 വരുന്നത് 150 ആണ്. അപ്പോൾ 225ൽ നിന്ന് 150 കുറയ്ക്കണം. 75 ആണ് കിട്ടുന്നത്. 15 into 5 ആണ് 75 വരുന്നത്. അപ്പോൾ 75ൽ നിന്ന് 75 കുറയ്ക്കുമ്പോൾ 0 ആണ് കിട്ടുന്നത്. ഇവിടെ കോഷ്യന്റ് വരുന്നത് 10 plus 5 15 ആണ്. ദിസ് ഷോസ് 225 ഈക്വൽ ടു 15 into 15. ഇവിടെ റിമൈൻഡർ 0 ആണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം ദാറ്റ് മീൻസ് 225 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 15.